Hello everyone, welcome to A Dream Distance Education. NIOS-ന്റെ എക്കണോമിക്സ് ചാപ്റ്റർ 11 ഇൻഡെക്സ് നമ്പർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോൾ NIOS എക്കണോമിക്സിലെ 8, 9, 10, 11 ഈ 4 ചാപ്റ്ററുകളാണ് സ്റ്റാറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. ആ സ്റ്റാറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ മീനും മീഡിയനും മോഡും അതേപോലെ തന്നെ റേഞ്ച്, കോഫിഷ്യൻ്റ്, കോറിലേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കേണ്ടത് ഇൻഡെക്സ് നമ്പർ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈഡിൽ പേജ് നമ്പർ 136 അതിലൊരൊറ്റ ക്വസ്റ്റ്യനെ തന്നിട്ടുള്ളൂ. ആ ഒറ്റ ക്വസ്റ്റ്യനെ നമ്മൾക്ക് 4 മെത്തേഡിലൂടെ കാണുകയാണ് വേണ്ടത്. 4 മെത്തേഡാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 4 മെത്തേഡിലൂടെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കണ്ടെത്തുക. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ 4 മെത്തേഡിലിട്ട് ചെയ്യുമ്പോഴും ആൻസർ സെയിം ആവും. പക്ഷേ ഈ മെത്തേഡിനൊക്കെ ഓരോ പേരുണ്ട്. അതുകൊണ്ട് ആ മെത്തേഡ് നമുക്ക് 4 മെത്തേഡും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇൻഡെക്സ് നമ്പർ എന്ന ഈ ചാപ്റ്ററിൽ 4 മെത്തേഡുകളുടെ ഇക്വേഷനാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. നിങ്ങൾ ഈ ഇക്വേഷൻ ശരിക്ക് കറക്റ്റ് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കൂ, 4 മെത്തേഡാണ് ഇൻഡെക്സ് നമ്പർ കാണാനുള്ളത്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രൈസ് റിലേറ്റീവ്സ്, സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ്, ലാസ്പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ആൻഡ് പാഷേ പ്രൈസ് ഇൻഡെക്സ്. ഇതാണ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 4 മെത്തേഡ്. ഇനി ഈ 4 മെത്തേഡിലെയും ഇക്വേഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇക്വേഷൻ നമുക്ക് കാണാതെ നന്നായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ സിമ്പിൾ പ്രൈസ് റിലേറ്റീവിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? P ഈക്വൽ P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100. ഇവിടെ P എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈസിനെയാണ്. P1 എന്ന് പറയുന്നത് എന്താ? അതായത് P1 എന്ന് പറയുമ്പോൾ കറൻറ്റ് പ്രൈസും ഉണ്ട്, കറൻറ്റ് ഇയർ പ്രൈസും ഉണ്ട്, ബേസ് ഇയർ പ്രൈസും ഉണ്ട്. P1 എന്ന് പറയുമ്പോൾ കറൻറ്റ് ഇയർ ആണ്. P0 എന്ന് പറയുമ്പോൾ ബേസ് ഇയർ പ്രൈസ് ആണ്. അടിസ്ഥാന വർഷത്തിൻ്റെ ഉണ്ട്, നിലവിലുള്ള വർഷത്തിൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് സിമ്പിൾ പ്രൈസ് റിലേറ്റീവ് കാണാനുള്ള ഇക്വേഷൻ P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100. P എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈസിനെ കേട്ടോ. അപ്പോൾ നിലവിലുള്ള പ്രൈസും കഴിഞ്ഞ വർഷത്തെ പ്രൈസും, അതാണ് P1 ആൻഡ് P0 എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ്. ഫസ്റ്റ് മെത്തേഡ് സിമ്പിൾ പ്രൈസ് റിലേറ്റീവ്സ് ആയിരുന്നു. രണ്ടാമത്തെ മെത്തേഡ് സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ്. സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സിൽ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക? സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100 ആണ് ഏതു കാണാനുള്ള ഇക്വേഷൻ? സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ. ആൻഡ് മൂന്നാമത്തെ മെത്തേഡാണ് ലാസ്പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സ്. ലാസ്പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് കാണുമ്പോൾ പ്രൈസ് മാത്രമല്ല അതിൽ വരിക, ക്വാണ്ടിറ്റിയും വരും. നിലവിലുള്ള ക്വാണ്ടിറ്റിയും കഴിഞ്ഞ വർഷത്തെ ക്വാണ്ടിറ്റിയും. നിലവിലുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് പറയും? Q1 എന്നും പറയും. കഴിഞ്ഞ വർഷത്തെ ക്വാണ്ടിറ്റിയെ അളവിനെ നമ്മൾ എന്ത് പറയും? Q0 എന്നും പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്കാക്കുക. അതിൻ്റെ ഇക്വേഷൻ നോക്കൂ. നിങ്ങൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ അത്രയും പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കൂ. ഈ 4 ഇക്വേഷനും നിങ്ങൾക്ക് വെള്ളം പോലെ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലാസ്പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ നോക്കൂ. സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. അതാണ് ലാസ്പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ. ആൻഡ് ദെൻ
ലാസ്റ്റ് മെത്തേഡാണ് പാർഷ്യൽ പ്രൈസ് ഇൻഡെക്സ്. പാർഷ്യൽ പ്രൈസ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാ പറയുക? പി ഈക്വൽ സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. മാറരുത് കേട്ടോ. ലാസ്റ്റ് പിയേഴ്സ് ആകുമ്പോൾ മുകളിൽ ഏതാ വരിക? സിഗ്മ P1 Q0 ആണ്. എന്നാൽ പാർഷ് ചെയ്യുമ്പോൾ മുകളിൽ ഏതാ വരിക? സിഗ്മ P1 Q1 ആണ്. അപ്പോൾ ഈ 4 ഇക്വേഷൻ ഒരു പ്രോബ്ലം ഉണ്ടാവുള്ളൂ നമുക്ക്. ആ ഒരു പ്രോബ്ലത്തെ ഈ 4 ഇക്വേഷനിലൂടെയും കണ്ടെത്തി സെയിം ആൻസർ വരുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഈ ഒരു ഇൻഡെക്സ് നമ്പർ എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്കിതാ ടീച്ചറിവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനെ നമ്മൾ ഈ 4 മെത്തേഡിലൂടെയും കാണും. ക്വസ്റ്റ്യൻ നോക്കൂ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡിലെ പേജ് നമ്പർ 136, പേജ് നമ്പർ 136 ഈ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത്. നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ബോക്ഡ് എ കമ്പനി ബൈസ് 4 പ്രോഡക്റ്റ് വിത്ത് ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു കമ്പനി 4 പ്രോഡക്റ്റുകൾ വാങ്ങുന്നുണ്ട്. ആ 4 പ്രോഡക്റ്റിൻ്റെയും വിലയും അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. കമ്പനി 4 പ്രോഡക്റ്റുകളാണ് വാങ്ങിയത്. അതിൻ്റെ വിലയും ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. നോക്കൂ, ഐറ്റം നമ്മൾ പ്രോഡക്റ്റിനെ ABCD എന്നായിട്ടാട്ടോ പറയണത്. അപ്പം എ എന്ന പ്രോഡക്റ്റ് ഇയർ 1 വാങ്ങുന്നത് എത്രയാണ്? 20. ഇയർ അതേപോലെ തന്നെ 55, B 55, C 63, D 28. ഇയർ 2 എന്ന് പറയുമ്പോൾ എങ്ങനെ പറയുക? 24. A 24, B വാങ്ങുന്നത് 51 എണ്ണം, C 84 എണ്ണം, D 34 എണ്ണം. ഇയർ 1 എന്ന് പറയുമ്പോൾ ഇവിടെ Q0 ആണ് വരിക. ഇയർ 1 എന്ന് പറയുന്നത് Q0, ഇത് ബേസ് ഇയറും. ഇത് ഇയർ 2 എന്ന് പറയുമ്പോൾ Q1 ആണ് കേട്ടോ വരിക. അങ്ങനെയാണ് ഇത് Q0 Q1 കണക്കാക്കുക. ഇനി ഇവിടെ ഇയർ 1 എന്ന് പറയുന്നത് P0, ഇവിടെ ഇയർ 2 പറയുന്നത് P1. പ്രൈസ് നോക്കൂ. എ എന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് 10 ആയിരുന്നു ഇയർ 1. കറന്റിൽ എത്രയാണ്? 11 ആയി. ബി എന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് 23 ആണ്. അത് കറന്റ് ഇയറിൽ 25 ആയി. സി എന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് 17 ആണ്. അത് കറന്റ് ഇയറിലും 17 ആണ്. ഡി എന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് 19 ആണ്. കറന്റ് ഇയറിൽ 20 ആണ്. ഈ ഒരു പ്രോബ്ലം, അതായത് ഈ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ബോക്ഡ്, അതായത് എത്ര യൂണിറ്റ് ആണോ വാങ്ങുന്നത്, പ്രൈസ് പെയ്ഡ് പെർ യൂണിറ്റ്, അതിൻ്റെ വില, ഇവ തമ്മിലുള്ള കറന്റ് ഇയറിലും ബേസ് ഇയറിലും ഇവ എങ്ങനെയൊക്കെയാണ് ആ പ്രോഡക്റ്റ് വാങ്ങുന്ന രീതി, ഏത് മെത്തേഡിലാണ് നമ്മൾ കാണേണ്ടത്? ഈ 4 മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഈ ഒരു പ്രോബ്ലം നമ്മൾ 4 മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യണം. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ ആകെ നിങ്ങൾക്കുള്ളത്. ഈ ഒരു ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. ഈ ഒറ്റ പ്രോബ്ലത്തെ നമ്മൾ സിമ്പിൾ പ്രൈസ് റിലേറ്റീവ്സിലും കാണണം, സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സിലും കാണണം, ലാസ്പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സിലും കാണണം, പാഷേ പ്രൈസ് ഇൻഡെക്സിലും കാണണം. ഇങ്ങനെ 4 മെത്തേഡിലൂടെയാണ് ഈ പ്രോബ്ലത്തെ നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ പ്രോബ്ലത്തെ ഓരോ മെത്തേഡും ഉപയോഗിച്ചിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ടീച്ചർ ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം, 4 മെത്തേഡുകളിലൂടെയാണ് കാണേണ്ടത് എന്നൊക്കെ ടീച്ചർ പറഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് മെത്തേഡ്, ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് ഇൻഡെക്സ് നമ്പർ കാണുക കേട്ടോ. ഈ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് സിമ്പിൾ പ്രൈസ് റിലേറ്റീവ്സ്. P equal P1 divided by P0 into 100 ആണ് സിമ്പിൾ പ്രൈസ് റിലേറ്റീവ്സ്. അപ്പൊ നമ്മൾ P1 divided by P0 ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് കമ്മ്യൂണിറ്റി എത്ര എണ്ണ മക്കളെ? 4 കമ്മ്യൂണിറ്റി ആണ് ഉള്ളത് അല്ലേ? A B C D. അതിൽ P1 divided by P0 എന്ന് പറയുമ്പോൾ P1 എത്രയാണ്? 11.
P0 എത്രയാണ് 10. 11 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 എത്ര വരിക? ഇൻഡെക്സ് എത്ര വരിക? 110.00 എന്ന് വരും. അടുത്തത് എങ്ങനെ ചെയ്യാ? നമ്മളുടെ P1 എത്രയാണ്? 25. ബി എന്ന കമ്മ്യൂണിറ്റിയുടെ P1 25. അതിന്റെ P0 എത്രയാണ്? 23. അതിന്റെ P0 എന്ന് പറയുന്നത് എത്രയാണ്? നോക്കൂ, 23. അപ്പൊ 25 ഡിവൈഡഡ് ബൈ 23 ഇൻറ്റു 100. നമുക്ക് ആൻസർ എത്ര കിട്ടുക? 108.70. ഓക്കെ. അടുത്ത കമ്മ്യൂണിറ്റി സി എന്ന കമ്മ്യൂണിറ്റിയുടെ P1 എത്രയാണ്? 17. അതിന്റെ P0 എത്രയാണ്? 17. അപ്പൊ 17 ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ 100 കൊണ്ട് ഗുണിക്കും. അപ്പൊ 17 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 1നെ 100 കൊണ്ട് ഗുണിക്കുമ്പോ എത്ര കിട്ടുക? 100. അപ്പൊ അതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 100. അടുത്ത സ്റ്റെപ്പ്, അടുത്ത കമ്മ്യൂണിറ്റി എത്രയാണ്? ഏതാണ്? ഡി. ആ കമ്മ്യൂണിറ്റിയുടെ P1 എത്ര? 20. P0 എത്ര? 19. ഇപ്പൊ 20 ഡിവൈഡഡ് ബൈ 19 20 ഡിവൈഡഡ് ബൈ 19 ഇൻറ്റു 100 എത്ര ആൻസർ വരിക? 105. ഈ ഇൻഡെക്സ് നമ്പേഴ്സിന് ഇപ്പൊ ഈ കിട്ടിയ ഇൻഡെക്സ് നമ്പേഴ്സിനൊക്കെ ആഡ് ചെയ്യാം. അതിനൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടോട്ടൽ കിട്ടുക നോക്കൂ? 110, 108, 100, 105. ഇതിനൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 423 കിട്ടും. ഇതും കൂടി കൂട്ടുമ്പോൾ 423.95 കിട്ടും. ആ 423.95 നമ്മൾ എത്ര കമ്മ്യൂണിറ്റി വരുന്നത് മക്കളെ? 4 എണ്ണല്ലേ? എ എന്നൊരു കമ്മ്യൂണിറ്റി, ബി എന്നൊരു കമ്മ്യൂണിറ്റി, സി എന്നൊരു കമ്മ്യൂണിറ്റി, ഡി എന്നൊരു കമ്മ്യൂണിറ്റി. അങ്ങനെ 4 ഗുഡ്സാ വരുന്നത്. അപ്പൊ 423.95 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുക? 105.99 എന്ന് ആൻസർ വരും. അപ്പോ നമ്മളുടെ സിമ്പിൾ പ്രൈസ് റിലേറ്റീവിലൂടെ നമ്മൾ ആദ്യത്തെ ഇൻഡെക്സ് നമ്പർ കണ്ടെത്തി. എത്രയാണ്? 105. ഇനി ഇതേ ആൻസർ തന്നെയായിരിക്കും നിങ്ങൾ മറ്റ് 3 മെത്തേഡ് ചെയ്യുമ്പോഴും വരിക. അപ്പോഴാണ് നമ്മുടെ ഇൻഡെക്സ് നമ്പർ കറക്റ്റ് ആവുള്ളൂ. ഏത് മെത്തേഡിൽ ചെയ്യുമ്പോഴും സെയിം ആൻസർ ആയിരിക്കണം. എന്നാൽ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ചെയ്ത് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡിന്റെ ഇക്വേഷൻ എന്താ രണ്ടാമത്തെ മെത്തേഡിനെ പറയുക? സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് എന്നാണ് രണ്ടാമത്തെ മെത്തേഡിനെ അറിയപ്പെടുക. ഒന്നാമത്തെ മെത്തേഡിന് അറിയപ്പെട്ടത് എന്താ? സിമ്പിൾ പ്രൈസ് റിലേറ്റീവ്സ് എന്നായിരുന്നു. രണ്ടാമത്തെ മെത്തേഡിന് അറിയപ്പെടുക സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് എന്നാണ്. അതിന്റെ ഇക്വേഷൻ എങ്ങനെ പറയാ? P01 equal sigma P1 divided by sigma P0 into 100. അതിൽ sigma P1 divided by sigma P0 into 100. അതിൽ നമ്മൾ P1 എന്ത് ചെയ്യും? എല്ലാ P1നെയും എടുക്കുക. P1 എത്രയൊക്കെയാണ്? 11 പ്ലസ് 25 പ്ലസ് 17 പ്ലസ് 20 ടോട്ടൽ 73. സിഗ്മ P0 എത്രയാണ്? 10 പ്ലസ് 23 പ്ലസ് 17 പ്ലസ് 19 69. നമ്മൾ അതിനെ ഈ ഇക്വേഷനിലേക്ക് കൊടുത്തിടുക 70. കാരണം സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100 ആണ്. അപ്പൊ നമ്മള് 73 ഡിവൈഡഡ് ബൈ 69 ഇൻറ്റു 100. 73 ഡിവൈഡഡ് ബൈ 69 നമ്മൾ എന്ത് ചെയ്യും? 73 കൊണ്ട് 69 ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 100 കൊണ്ട് ഗുണിക്കും. അപ്പൊ നമുക്ക് എത്ര ആൻസർ വരിക? അപ്പോഴും 105.80. അപ്പോഴും സെയിം ആൻസർ തന്നെ കിട്ടിയ അല്ലെ? ആദ്യത്തെ മെത്തേഡ് ചെയ്തപ്പോഴും 105 ആണ് കിട്ടിയേ. രണ്ടാമത്തെ മെത്തേഡ് ചെയ്തപ്പോഴും 105 ആണ് കിട്ടിയത്. ഇനി നമുക്ക് 2 മെത്തേഡും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ 2 മെത്തേഡ് കൂടി ചെയ്യണം. ഏതൊക്കെയാണ് അത്? ലാസ്പിയേഴ്സും പാഷയും. ഈ 2 മെത്തേഡിൽ ഇനിയുള്ള ലാസ്പിയേഴ്സിൽ ചെയ്യുമ്പോഴും പേഷയിൽ ചെയ്യുമ്പോഴും ഉത്തരം ഏതന്നെയാണ്? 105 തന്നെ വരിക. പക്ഷെ നിങ്ങൾ വിചാരിക്കുക എന്നാ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ പോരെ? അത് പറ്റില്ല. 4 മെത്തേഡ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം.
പരീക്ഷയ്ക്ക് ഏത് മെത്തേഡാണ് ചെയ്യാൻ നിങ്ങളോട് പറയാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 4 മെത്തേഡിലും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അതിന്റെ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ 2 മെത്തേഡിൽ ചെയ്ത് നോക്കി. ഒരു പ്രോബ്ലത്തെ 2 മെത്തേഡിലിട്ട് ചെയ്തപ്പോഴും നമുക്ക് ആൻസർ വന്നത് എത്ര തന്നെയാണ്? 105 തന്നെയാണ് വന്നത്. ഇനി നമ്മള് ഇനി 3ഉം 4 മെത്തേഡുകൾ പാഷയും അതേപോലെ തന്നെ ലാസ്റ്റ് പിയേഴ്സ് മെത്തേഡിലും കൂടി ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ 2 മെത്തേഡും കൂടി നോക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യത്തെ 2 മെത്തേഡിൽ കണ്ടെത്തി. ഏതൊക്കെയായിരുന്നു? സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡും അതേപോലെ തന്നെ സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡും. ആ 2 മെത്തേഡിലൂടെയും നമ്മളത് ചെയ്തു നോക്കി. ഇനി 2 മെത്തേഡും കൂടി ചെയ്യാനുണ്ട്. അപ്പോഴൊക്കെ ആ 2 മെത്തേഡ് ചെയ്തപ്പോഴും സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് ചെയ്തപ്പോഴും സിമ്പിൾ പ്രൈസ് റിലേറ്റീവ് ചെയ്തപ്പോഴും നമുക്ക് സെയിം ആൻസറാണ് വന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സിലൂടെ എങ്ങനെയാണ് പ്രോബ്ലം കണ്ടെത്തുക എന്ന് നോക്കാം. ലാസ്റ്റ് പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സിൻ ഈക്വേഷൻ നമുക്കറിയാം. L ഈക്വൽ സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ P0 Q0 ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. അതിൽ നമ്മളെ ഗുഡ്സ് 4 എണ്ണം A B C D അല്ലേ. ഇനി നമ്മൾ പ്രോബ്ലത്തേക്ക് പോവുകയാണ്. ഇക്വേഷൻ നമ്മൾ എഴുതി. P0 Q0 എന്നാണ് പറയണേ. അപ്പോൾ P0 Q0 എന്ന് പറയുമ്പോൾ P0യും Q0യും ഇൻറ്റു ചെയ്യണം. ഇവിടെ P0 എന്ന് പറയുന്നത് 10ഉം Q0 എന്ന് പറയുന്നത് 20ഉം അല്ലേ. ഇതാണ് P0, ഇത് Q0. ഇതാണ് ടീച്ചർ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ P0യും Q0യും ഇൻറ്റു ചെയ്യണം. 10ഉം 20ഉം ഇൻറ്റു ചെയ്തപ്പോൾ 200. അതേപോലെ തന്നെ 23ഉം 55ഉം ഇൻറ്റു ചെയ്തപ്പോൾ 1265. 17ഉം 63ഉം ഇൻറ്റു ചെയ്തപ്പോൾ 1071. 19ഉം 28ഉം ഇൻറ്റു ചെയ്തപ്പോൾ ഗുണിച്ചപ്പോൾ 532. അതാണ് P0 Q0. അതിൻ്റെ ഫിഗ്മ എന്ന് പറയുന്നത് അത് ആഡ് ചെയ്യാണ്. 200 പ്ലസ് 1265 പ്ലസ് 1071 പ്ലസ് 532 ഈക്വൽ 3058 അഥവാ 3068 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. അടുത്തത് P1 Q0 എന്നാണ്. P1 ഇവിടെയാണ് അല്ലേ. അതിൻ്റെ Q0 ഇപ്പോൾ 11 ഇൻറ്റു 20 200. 11 ഇൻറ്റു 20 220. 25 ഇൻറ്റു 55 1375. 17 ഇൻറ്റു 63 1071. 20 ഇൻറ്റു 28 560. അത് മൊത്തം ടോട്ടൽ ചെയ്തു. മൊത്തം ടോട്ടൽ ചെയ്യുമ്പോൾ 220 പ്ലസ് 1375 പ്ലസ് 1071 പ്ലസ് 560. ഇത് മൊത്തം ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 3226 അഥവാ 3226 എന്ന് ആൻസർ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇക്വേഷനിലുള്ളതൊക്കെ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ. P1 Q0യും ഇൻറ്റു ചെയ്തു, P0യും Q0യും ഇൻറ്റു ചെയ്തു. ഇനി നമ്മൾക്ക് ഇക്വേഷനിലുള്ളത് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. എന്ത് ചെയ്യുക? L സമം 3226. P1 Q0 എത്ര മക്കളെ? 3226. 3226 ഡിവൈഡഡ് ബൈ 3068. 3226നെ 3068 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 105.15. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ് നമുക്ക് കിട്ടുക? 105. അപ്പോഴും നമുക്ക് ആൻസർ തന്നെ വന്നേ, സെയിം ആൻസർ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ, അതായത് സിമ്പിൾ ആവറേജ് മെത്തേഡിലും സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡിലും ഒക്കെ നമുക്ക് ആൻസർ സെയിം തന്നെ കിട്ടിയ 105 തന്നെ കിട്ടിയേ. ഇപ്പൊ ലാസ്റ്റ് പിയേഴ്സ് ചെയ്തപ്പോഴും ആൻസർ എത്ര തന്നെ കിട്ടിയത്? 105. 4 മെത്തേഡ് ചെയ്താലും ആൻസർ സെയിം വരണം കേട്ടോ. പക്ഷെ 4 മെത്തേഡ് നമുക്ക് പഠിക്കണം എന്ന് മാത്രം. ഓക്കെ. ഇനി ലാസ്റ്റ് മെത്തേഡാണ് ഇൻഡെക്സ് നമ്പർ കാണാനുള്ള, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് മെത്തേഡാണ് പാഷേ പ്രൈസ് ഇൻഡെക്സ്.
പേഷെ എന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് ഈ ഒരു പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ പറയാ? P equal sigma P1 Q1 divided by sigma P0 Q1 into 100. അതിന് നമുക്ക് ഇനി എന്തൊക്കെ കാണണം? P1ഉം Q1ഉം കാണണം, P0യും Q1ഉം കാണണം. P0യും Q1ഉം എവിടെ? ഏതാ? P0യും Q1 24 × 10 240, 51 × 23 1173, 84 × 17 1428, 34 ഗുണിക്കണം 19 × 19 646. അപ്പൊ P0യും Q1ഉം ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും സംഖ്യ കിട്ടും. ഇതിനെ നമ്മൾ ആഡ് ചെയ്തു. 240ഉം 1173ഉം 1428ഉം 646ഉം ആഡ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടിയേ? 3487, 3487. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് P1 Q1 കാണാനുള്ള ഭാഗം. ഇവിടെ P1 ഏതാ? ഇവിടെ അല്ലേ? P1ഉം Q1ഉം 11 × 24 264 ഇതാട്ടോ. ആൻഡ് 25 × 51 1275 17 × 84 1428, 20 × 34 680. ഇനി ഇതിനൊക്കെ ആഡ് ചെയ്യുക. അപ്പം എത്ര കിട്ടിയേ? 3647 കിട്ടും. 3647 ആൻസർ വരും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പം നമ്മൾ ഇക്വേഷനിൽ പറയുന്ന P1ഉം സിഗ്മ P1 Q1ഉം സിഗ്മ P0 Q1ഉം കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഇതിനെ സിഗ്മ ആക്കിയാൽ മതി അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ആദ്യം P1 Q1 ആണ്. P1 Q1 എത്ര? 3647. P0 Q1 എത്ര? 3487. ഈ 3647നെ 3487 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കുക. അപ്പം എത്ര ആൻസർ വന്നേ? 104.59. 104.59 പറഞ്ഞാൽ 105 തന്നെ. ഇപ്പോഴും ആൻസർ വന്നത് 105ആണ്. വളരെ മനോഹരമായൊരു പ്രോബ്ലം അല്ലേ? നമ്മൾ ഏത് മെത്തേഡ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡെക്സ് നമ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രധാനമായും 4 മെത്തേഡുകളാണ്. ആ മെത്തേഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ഇനി ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് സെക്ഷൻ വെക്കുമ്പോൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇക്വേഷൻ മനസ്സിലാക്കി പ്രോബ്ലം ഒക്കെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സ്വന്തമായി ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ഈ സ്റ്റാറ്റിക് ഭാഗത്തിൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് എക്കണോമിക്സ് തിയറി ഭാഗമാണ് എടുക്കാനുള്ളത്. അപ്പോൾ തിയറി ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.